security program. Even with the expanded employment opportunity, the poor could not meet their basic minimum requirement. അപ്പോൾ നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയാലും സാധാരണക്കാരനായ വ്യക്തികളുടെ സാധാരണക്കാർക്ക് അവരുടെ ബേസിക് മിനിമം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, therefore from the fifth plan onwards program to provide a basic minimum need were taken. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുതൽ എന്ത് ചെയ്യുന്നു, ഫിഫ്ത്ത് പ്ലാൻ ഓൺവേഡ് അഞ്ചാം പദ്ധതി മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബേസിക് മിനിമം നീഡ്സ് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളതാണ്. The poor are given at least a certain minimum standard by social consumption and investment in the form of essential food grains, education, health, nutrition, drinking water, housing, communication and electricity. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിനകത്ത് പ്ലാനിനകത്ത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, അതുപോലെ തന്നെ എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസ് കിട്ടണം, ധാന്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഓക്കെ, പിന്നെ ന്യൂട്രീഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിംഗ്, വീടുകൾ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ടു പ്രൊവൈഡ് ഫുഡ് സെക്യൂരിറ്റി ദ ഫോളോയിങ് പ്രോഗ്രാംസ് വെയർ ബീങ് ഇംപ്ലിമെന്റ്. ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി താഴെ പറയുന്ന പ്രോഗ്രാമാണ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. First one, public distribution system, PDS. Under PDS, food grains are distributed at subsidized rates through ration shop. ഇപ്പോൾ PDS ആണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണല്ലോ. അപ്പോൾ റേഷൻ ഷോപ്പ് വഴി സബ്സിഡി റേറ്റിൽ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവർക്ക് ഫുഡ് ഗ്രെയിൻസ് നൽകുകയാണ്. അടുത്താണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ICDS. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. അണ്ടർ ICDS, മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ ബിലോ 6 ആർ ഗിവൺ ഫുഡ് അസിസ്റ്റൻസ്. മദേഴ്സിനും ചിൽഡ്രൻസിനും, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമാണ് അവിടെ എന്ത് ചെയ്യുന്നു, ബിലോ 6 ആർ ഗിവൺ ഫുഡ് അസിസ്റ്റൻസ് ആണ്. ബിലോ 6 6 വയസ്സിൽ താഴെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ഫുഡ് അസിസ്റ്റൻസ് നൽകുകയാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം പ്രകാരം ചെയ്ത്. അടുത്ത മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ, ഉച്ചഭക്ഷണം. അണ്ടർ MDMS, മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂളാണ്. ചിൽഡ്രൻ ആർ ഗിവൺ ഫ്രീ കുക്ക്ഡ് മീൽസ് ഇൻ സ്കൂളിൽ പാചകം ചെയ്ത ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അടുത്തത് അന്നപൂർണ്ണ സ്കീമുണ്ട്, AS. ദി സ്കീം ഇസ് കവേഴ്സ് എ പുവർ സീനിയർ സിറ്റിസൺ നോട്ട് ഗെറ്റിംഗ് ഓൾഡ് ഏജ് പെൻഷൻ. പുവർ സിറ്റിസൺസ് ഉണ്ടല്ലോ, ഓൾഡ് ഏജ് പെൻഷൻ കിട്ടാത്ത, വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്ത ആൾക്കാരും. പുവർ സീനിയർ സിറ്റിസൺസ് ആർ ഗിവൺ 10 കിലോഗ്രാം. പുവർ സീനിയർ സിറ്റിസൺ ഉണ്ട്, അപ്പോൾ സീനിയർ സിറ്റിസൺസ് എന്ത് ചെയ്യുന്നു, 10 കിലോഗ്രാം ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് അണ്ടർ ദിസ് സ്കീം. 10 കിലോഗ്രാം ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു, പുവർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസ് ഫ്രീ ഓഫ് കോസ്റ്റ്, വിലയൊന്നും കൊടുക്കാതെ തന്നെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അടുത്ത അന്ത്യോദയ അന്നയോജനയുണ്ട്, AAV. ടാർഗറ്റ് വെരി പുവർ ഫാമിലീസ്. ഇത് വെരി പുവർ ഫാമിലിയാണ്, കാരണം തീരെ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ട ആൾക്കാരാണ്. ഫുഡ് ഗ്രെയിൻസ് ആർ ഗിവൺ അറ്റ് ഹൈലി സബ്സിഡീസ്ഡ് റേറ്റ് അണ്ടർ ദി സ്കീം. അപ്പോൾ അവർക്ക് വെറും പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് എന്ത് ചെയ്യുന്നത്, ഹൈ സബ്സിഡീസ് റേറ്റിൽ ഈ സ്കീം പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഗ്രെയിൻസ് നൽകുന്നു. പ്രോഗ്രാം ലൈസ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന, PMGY, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, PMGY, വാൽമീകി അംബേദ്കർ ആവാസ് യോജന വേർ ആൾസോ ഇംപ്ലിമെൻറ്റഡ് ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ഫുഡ് ഫോർ ദ പീപ്പിൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ ഫുഡാണ്, കാരണം ഇവർക്ക് വേണ്ടുന്ന വൈറ്റമിൻ ഫുഡുകൾ നൽകുകയാണ് ഈ സ്കീം പ്രകാരം ചെയ്യുന്നത്. അടുത്ത സെക്യൂരിറ്റി പ്രോഗ്രാം ഉണ്ട്, സുരക്ഷാ പ്രോഗ്രാംസ് ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്ട് ഫോർ ദോസ് ഇൻ ദ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ആർഗ്യമാണ്. ഇവിടെ ഒരു ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ് സെക്ടറാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം കൊണ്ട് വെച്ചാൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. ഒന്ന്, ആം ആദ്മി ഭീമ യോജന. ഇറ്റ് ഗീവ്സ് എ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ടു ദ വർക്ക്മെൻ എംപ്ലോയിഡ് ഇൻ ഇൻഫോർമൽ ഒക്യുപ്പേഷൻ. അനൗദ്യോഗികപരമായി വെച്ചാൽ അനൗദ്യോഗിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന വർക്ക്മെന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് പ്രൊട്ടക്ഷനാണ് ഏത് ചെയ്യുന്നത്, ആം ആദ്മി ഭീമ യോജന വഴി നൽകുന്നത്. അടുത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ ഉണ്ട്. ഇറ്റ് ഗീവ്സ് 500 ടു ഈച്ച് മെമ്പർ ഏജ് 65 ആൻഡ് എബോവ് ബിലോങ് ടു BPL ഫാമിലി. അതായത് 65 വയസ്സിന് മുകളിലുള്ള BPL ഫാമിലി, ബിലോ പോവർട്ടി ലൈനിന് മുകളിലുള്ള 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നതാണ്. ദിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 2007 അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ്. ഗ്രാമ വികസന ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്കീമിൽ 2007 മുതലാണ് ഈ 65 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, 500 രൂപ പെൻഷൻ കൊടുക്കുന്നത്. പിന്നെ രാഷ്ട്രീയ സ്വാസ്ഥിക ഭീമ യോജനയുണ്ട്. ദിസ് പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു മെമ്പേഴ്സ് ഓഫ് BPL സെക്ടറാണ്. BPL സെക്ടറിലുള്ള ആൾക്കാർ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 2008 ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. നമുക്കറിയാം നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം നമ്മൾ കേട്ടിട്ടുണ്ട്, NHIP എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം 2008 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് കേട്ടോ. BPL സെക്ടറിലുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അടുത്ത അടൽ പെൻഷൻ യോജനയാണ്. ദിസ് പ്രോഗ്രാം വാസ് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് എ പെൻഷൻ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. ഫോർ ദ ഏജ് ഗ്രൂപ്പ് 18 to 40, 18 മുതൽ 40 വയസ്സ് വരെ ഉള്ള വ്യക്തികൾക്കാണത് അടൽ പെൻഷൻ യോജന. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കേട്ടോ.
ഏത് അടൽ പെൻഷൻ ആണ്. ജനശ്രീ ഭീമ യോജനയുണ്ട്. ദിസ് ഈസ് ആൻ ഇൻഷുറൻസ് പ്രോഗ്രാം പ്രൊവൈഡിങ് ഇൻഷുറൻസ് കവർ ഫോർ BPL ഫാമിലീസ്. ഇതും ഒരു ഇൻഷുറൻസ് പ്രൊവൈഡിങ് പ്രോഗ്രാം ആണ്. അത് BPL ഫാമിലിയിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് കേട്ടോ. അടുത്ത പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയുണ്ട്. ദിസ് എ ലൈഫ് ഇൻഷുറൻസ് ആണ്. പ്രോഗ്രാം വിത്ത് എ വെരി ലോ കോസ്റ്റിലാണ്. 2 lakh ലൈഫ് കവർ വിൽ ബി പ്രൊവൈഡഡ് അണ്ടർ ദ സ്കീം അറ്റ് എ പ്രീമിയം ഓഫ് ഓൺലി ₹330 a year. ഒരു വർഷത്തിൽ 330 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പ്രീമിയം മേടിച്ചുകൊണ്ട് 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആണ് തരുന്നത്. പേഴ്സൺസ് വിത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നത്, ഏജ് ഗ്രൂപ്പ് ഓഫ് 18 to 50 ആർ എലിജിബിൾ ആണ്. 18 വയസ്സ് മുതൽ 50 വയസ്സിലുള്ള ആൾക്കാർക്ക് 2 ലക്ഷത്തിൻ്റെ എന്ത് ചെയ്യുന്നു, ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആണ് ഏതിൽ നൽകുന്നത്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന വഴി. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കട്ട് ചെയ്യും. നമ്മൾ സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ നല്ല വർഷം കട്ട് ചെയ്തോളൂ. അടുത്ത പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയുണ്ട്. ദിസ് സ്കീം ഈസ് പ്രൊവൈഡഡ് ആക്സിഡൻറ്റ് ഡെത്ത് ആണ് കേട്ടോ. ആക്സിഡൻറ്റ് ഡെത്ത് കം ഡിസബിലിറ്റി കവർ റുപ്പീസ് എത്ര, അത് 2 lakh ആണോ? അത് 2 lakhs ആണ്. കുറേ പ്രീമിയം ഓഫ് ₹12 a year ആണ്. ഒരു വർഷത്തിൽ 12 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ആക്സിഡൻറ്റ് ഡെത്ത് കം ഡിസബിലിറ്റി ആണ്. ആക്സിഡൻറ്റ് വഴി മരണം സംഭവിക്കുക അല്ലെങ്കിൽ അതൊരു ഡിസബിലിറ്റി എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുക ചെയ്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് ഏതിൽ, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. അടുത്ത നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ഉണ്ട്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ഗീവ്സ് എ എൽഡർലി പൂറാണ് ഹു ഡു നോട്ട് ഹാവ് എനിവൺ ടു ലുക്ക് ആഫ്റ്റർ ദം. ആരും അവരെ നോക്കാനില്ല. എൽഡർലി പൂറാണ്, അവരെ മക്കളോ കാര്യങ്ങളോ നോക്കുന്നില്ല. അതുപോലെ തന്നെ വിഡോസ് ആൻഡ് പുവർ വുമൺ, പാവപ്പെട്ട സ്ത്രീകൾ, അതുപോലെ വിഡോകൾ ഉണ്ടല്ലോ, വിധവകൾ, അവർക്കാണ് ആർ ഓൾസോ കവേർഡ് ബൈ ദിസ് സ്കീം. ഓക്കെ ആണല്ലോ. ഇനി പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ആണ്. നമ്മൾ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിട്ടിക്കലായിട്ട് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുകയാണ്. പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം സഫർ ഫ്രം സം ഡെഫിഷ്യൻസീസ്, സം ഇമ്പോർട്ടൻറ്റ് ഡെഫിഷ്യൻസീസ് ആണ്. ചില പോരായ്മകളുണ്ടെന്നാണ് പറയുന്നത്. ആ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്? റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ വേരിയസ് പ്രോഗ്രാം ആർ നോട്ട് സഫിഷ്യൻറ്റ്. നമുക്കറിയാം പലയിടത്തും പല പ്രോഗ്രാം കൊണ്ടുവന്ന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തെങ്കിലും പലയിടത്തും സഫിഷ്യൻ്റ് അല്ല, പൂർണ്ണമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് പോരാ, ആ മേഖലയ്ക്ക് അത് പോരാന്നാണ് പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പോവർട്ടി ഈസ് സോ ലാർജ് ദാറ്റ് സബ്സ്റ്റാൻഷ്യലി മോർ റിസോഴ്സ് ആർ റിക്വയർഡ്. കാരണം ആ മേഖലയിൽ എന്താണ്, പോവർട്ടി വളരെ കൂടുതലാണ്, അവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് വളരെ കുറവാണെന്നാണ് ക്രിട്ടിക്കൽ അസസ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസീസ്, അതായത് ബ്യൂറോക്രസി, അത് നടപ്പിലാക്കുന്ന ബ്യൂറോക്രാറ്റ്സുകളാണ്, ഉദ്യോഗസ്ഥരാണ് നടപ്പിലാക്കുന്നത്. ആർ ഇൻഎഫിഷ്യൻ്റ് ആൻഡ് കറപ്റ്റ് ആണ്. അവരെന്താണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്, കാര്യപ്രാപ്തി ഇല്ലാത്തവരും വെട്ടിപ്പും തട്ടിപ്പും കറപ്ഷൻ ഉള്ള ആൾക്കാരുമായിരിക്കും. അതൊരു പോരായ്മയാണ്. പിന്നെ പ്രോഗ്രാം ആർ ഫ്രോഡ് വിത്ത് എ ലീക്കേജ്. കാരണം ഈ പ്രോഗ്രാമുകളിൽ ചില ലീക്കേജ് ആണ്. രാജീവ് ഗാന്ധി വൺസ് റിമാർക്ക്ഡ് ഇൻ ദ പാർലമെന്റ് ദാറ്റ് വെൻ ദ ഗവൺമെന്റ് സ്പെൻഡ് ₹100 only 8 റീച്ചസ് ദ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. അതായത് ഗവൺമെന്റ് 100 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കുമ്പോൾ രാജീവ് ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞാണെന്ന് പറഞ്ഞത് 8 രൂപ വെച്ച് എന്ത് ചെയ്യുന്നുള്ളൂ, സാധാരണക്കാരനെ കിട്ടുന്നുള്ളൂ. ബാക്കി 92 രൂപ ഇതിനിടയിലുള്ള ബ്യൂറോക്രാറ്റ്സിൽ അടിച്ചെടുക്കുകയാണെന്നാണ് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് ലീക്കേജ് മേക്ക് എ പ്രോഗ്രാം വെരി ഇൻഎഫിഷ്യൻറ്റ്. ഇങ്ങനെയുള്ള ലീക്കേജുകൾ പ്രോഗ്രാം ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നു. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് സം പ്രോഗ്രാം ഹാവ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദ നോൺ പൂർ ആണ്. ബെനിഫിറ്റ്സ് ഓഫ് സം പ്രോഗ്രാം, ചില പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിരിക്കുന്ന ഹാവ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദ നോൺ പൂറിന് വേണ്ടിയുള്ള അപ്രോപ്രിയേഷൻ ആണ്. അപ്പോൾ വളരെ വളരെ തീരെ ആൾക്കാർ എന്ന് പറയുന്ന ആ ലെവലിലേക്കുള്ളതാണ്. അപ്പോൾ ഒരാൾക്കാരെ ചിലപ്പോൾ കണ്ടെത്തുന്ന ബുദ്ധിമുട്ടൊക്കെ ആവും. അതും ഒരു പോരായ്മയാണ് പറയാം. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത് ഫോർ കണ്ടിന്യൂസ് റിഡക്ഷൻ ഇൻ പോവർട്ടി, തുടർച്ചയായി നമ്മൾ പോവർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമി ഷുഡ് അച്ചീവ് എ സബ്സ്റ്റാൻഷ്യബിൾ ഹൈ ഗ്രോത്ത് റേറ്റ്. അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് സബ്സ്റ്റാൻഷ്യലി കാലഘട്ടങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ വരും കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് റേറ്റിലേക്ക് എത്തുന്നുണ്ട്, വളർച്ചയിലേക്ക് എത്തുന്നുണ്ട്. ദ ഗ്രോത്ത് ഷുഡ് ബി ഇൻക്ലൂസീവ്. പുവർ പീപ്പിൾ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. അപ്പോൾ സാധാരണക്കാരിലെ പാവപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ സ്കീമുകളിൽ ഉൾപ്പെടുകയും അവർക്കതിൻ്റെ വളർച്ച ഉണ്ടാവുകയും പ്രയോജനം കിട്ടുകയും ചെയ്യുന്ന പറയുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പെൻഷൻ ഫോർ ബേസിക് അമ്യൂണിറ്റീസ് ഷുഡ് കണ്ടിന്യൂ. നമുക്കറിയാം സ്വയം തൊഴിലെ വേജസ്, ശമ്പളം കൊടുക്കുന്ന രീതിയിലുള്ള വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകൾ, പിന്നെ അങ്ങനെയുള്ള കുറേ പ്രൊവിഷനൊക്കെ കൊടുക്കും. ബേസിക് അമ്യൂണിറ്റീസ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ട് പുവർ പീപ്പിൾ. പ്രോഗ്രാം ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് വേസ്റ്റ് ആൻഡ് ലീക്കേജ്. നമ്മുടെ ഈ പ്രോഗ്രാം എഫിഷ്യൻ്റായിട്ട് കാര്യപ്രാപ്തിയോടുകൂടി ലീക്കേജ് ഒന്നും ഇല്ലാതെ നടപ്പിലാക്കിയാൽ കണ്ടിന്യൂഷൻ ഓഫ് ഹൈ ഗ്രോത്ത് റേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓൺലി ഗ്രോത്ത് ക്യാൻ ജനറേറ്റ് ദ റിക്വയർഡ് റിസോഴ്സ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് റിസോഴ്സ്, നമുക്ക് ആവശ്യമുള്ള വിഭവം തന്നെയാണ്. ആ ഒരു ഗ്രോത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ പോവർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് രാജ്യത്ത്. അപ്പോൾ പോവർട്ടി എലിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അത് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഓവർകം ചെയ്തേ പറ്റും. അത് ബെസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാനറിൽ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഒരു കൺക്ലൂഷൻ ഈ ചാപ്റ്റർ. ക്ലിയർ ആണല്ലോ ഈ ചാപ്റ്റർ? ഓക്കെ, പത്തൊന്ന് വായിച്ചു പോകും.